ഡിസ്ചാർജായി വീട്ടിലെത്തി. വന്ന് കയറിയതേയുള്ളൂ. അപ്പോഴേക്കും ദീപുവിൻ്റെ അമ്മ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അതിൻ്റെ വാലിൽ തൂങ്ങി ചേച്ചി മഞ്ജുളയും. എടാ ചെക്ക, നീ ഇവിടെ കുത്തിയിട്ട് എന്താ കാര്യം? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ദീപുവിൻ്റെ മുറിയിലിരുന്ന് സംസാരിക്കുകയായിരുന്ന മഹിയെ വിളിച്ചുകൊണ്ട് അമ്മ ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ടിട്ട് മഹിയുടെ മുഖം ആകെ മാറിപ്പോയി. എടി, ഒന്നും മിണ്ടാതിരിക്കേ. അവൻ പറഞ്ഞല്ലോ ആ പെൺകുച്ചിയായിട്ട് ഒന്നുമില്ലെന്ന്. പിന്നെന്തിനാ മഴ പെയ്യണ പോലെ? അച്ഛൻ മുറ്റത്ത് നിന്ന് വന്ന് ചോദിച്ചു. മഹി വേഗം വിളറിക്കൊണ്ട് എണീറ്റു. മുകുന്ദൻ വന്ന് ചോദിച്ചപ്പോൾ മുഖപ്പുറപ്പോടെ സുഷമ അടുക്കളയിലേക്ക് പോയി. ബാക്കി മഞ്ജുളയുമായി എന്തൊക്കെയോ പറയുന്നത് ദീപവും മഹിയും കേട്ടു. മഹി എണീറ്റപ്പോൾ ദീപ് തടഞ്ഞു. എടാ, എങ്ങോട്ടാ? ഇരിക്കേ, അമ്മ അങ്ങനെ പലത് പറയും, നീ കാര്യാക്കണ്ട. അല്ല ദീപുവേട്ടാ, ഇങ്ങനെ പുറത്തൊക്കെ നോക്കി പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഇവിടെ ഇരിക്കാൻ തോന്നുന്നു? ഞാൻ പോണേണേ. ഇപ്പോഴരുണിമേച്ചിക്ക് എത്ര വിഷമായി കാണുമെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അതാ ഞാൻ നിന്നോട് അവിടെ വെച്ച് ഫീലായത്. ദിവ്യോടിൻ്റെ അമ്മയും പെങ്ങളും ചില്ലറ കക്ഷികളല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭവാൻ നന്നായി ആലോചിച്ച് ചെയ്യുക. ആ പെണ്ണിനെ അവരോട് വെച്ച് പൊറപ്പിക്കുന്നു തോന്നുന്നില്ല. മഹി ദിബുവിൻ്റെ ചെവി സ്വകാര്യം പോലെ പറഞ്ഞു. എടാ, അതിന് അരുണിമയോട് കാര്യം പറയട്ടെ. നീ ചുമ്മാ കാട് കയറി ബാക്കിയുള്ളവരുടെ മൂടുകളല്ലേ. ദേ നോക്ക് ദീപം, ഇനി നീ ഇവിടെ നിന്നിറങ്ങി ആ പാട്ട വണ്ടിയിലേക്ക് ബാഗും തൂക്കി തെണ്ടാൻ പോയാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ. സുഷമയുടെ വിരട്ട് തീർന്നില്ലേ എന്നർത്ഥത്തിൽ മഹി വീണ്ടും നോക്കി. എത്ര പറഞ്ഞാലും ചില അലാവലാദികൾക്ക് ഒരു നാണവും കാണില്ല. ചുമ്മാ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അത് മഹിക്ക് നന്നായി കൊണ്ടു. മഹി ചാടി എണീറ്റ് ദിബുവിനെ നോക്കി. ദിബുവേട്ടാ, എനിക്ക് നന്നായി കൊണ്ട്. ഇതെന്നെ ഉദ്ദേശിച്ച്, എന്നെ തന്നെ ഉദ്ദേശിച്ച്, എന്നെ മാത്രം ഉദ്ദേശിച്ച് ഞാൻ പോണ്. ദീപോട്ടിനെ ആരെയും കൊണ്ട് കിട്ടിക്കാതെ മൂക്കി പല്ല് മുളപ്പിച്ച് ഇവിടെ ഇരുത്താനാണ് നിങ്ങളുടെ അമ്മയുടെ പെങ്ങളുടെ ഭാവം. മഹി എഴുന്നേറ്റ് ഒറ്റ പോക്ക് പോയി. കാര്യം ശരി, അവൻ തമാശ കലർന്ന ഭാവത്തിലാണ് പ്രതികരിച്ചതെങ്കിലും ഉള്ളിൽ അമ്മയുടെ കുത്ത് നന്നായി കൊണ്ടിട്ടിരുന്ന് ദീപ് മനസ്സിലാക്കി. ഛേ, ഈ അമ്മ എല്ലാവരെയും വെറുപ്പിക്കും അല്ലേ അച്ഛാ? അതുവഴി നടന്നുപോയ അച്ഛനോട് ദീപ് പറഞ്ഞു. ദീപു, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ പറയുന്നത് എന്ന് നിനക്ക് മനസ്സിലാക്കിയ എന്താ കുഴപ്പം? എന്ത് നല്ലത്? അതിനിവിടെ എന്താ ഉണ്ടായത്? അല്ല, എന്തിനാ അമ്മ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നേ? ബസ്സിലെ ജോലിയും കൊണ്ട് കുറച്ചു നാൾ സ്വസ്ഥമായിട്ടൊന്ന് പോയിക്കോട്ടെ. സ്വസ്ഥമായിട്ട് പോയി നിനക്ക് ആ ചട്ടുകാലിയും കൊണ്ട് വരാനല്ലേ? മഞ്ജുള ചോദിച്ചപ്പോൾ ദീപുവിന് അരിശം കൂടി. ചോദിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ചേച്ചി പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് കേട്ടപ്പോൾ ദീപു ഒന്ന് പൊട്ടിത്തെറിച്ചു. ആദ്യം തന്നെ മനുഷ്യന്മാരെ നിന്ദിക്കാതിരിക്കാൻ പഠിക്കേ. ഈ സ്വഭാവം കയ്യിലുള്ളത് കൊണ്ട് വെറുതെ അല്ല ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നത്. ദീപു പിന്നെ ഒന്നും നോക്കിയില്ല. മനസ്സിൽ തോന്നിയത് അങ്ങോട്ട് വെട്ടി തുറന്ന് പറഞ്ഞു. അത് കേട്ട് സുഷമ അടുക്കളയിൽ നിന്ന് വന്ന് ദീപുവിൻ്റെ മക്കിട്ട് വീണ്ടും കയറി. എടാ, നീ എന്താ പറഞ്ഞതോളെ? ഇവിടെയും കൂടി വീടല്ലേ ഇത്? ഇവക്ക് ഇഷ്ടമുള്ളപ്പോൾ വരും പോകും. അത് ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട ദീപു. ഹോ, ഒന്ന് നിർത്ത സുഷമേ. അവൻ ഇപ്പോൾ ഡിസ്ചാർജായി വന്നാലേ ഉള്ളൂ. ഇത്തിരി നേരം സ്വസ്ഥ കൊടുക്കുന്നേ. മുകുന്ദൻ്റെ വർത്തമാനം കേട്ട് സുഷമ വീണ്ടും പലഞ്ഞിരിച്ചു. ദീപു തലക്ക് കൈയും കൊടുത്തിരുന്നു. അരുണിമയോട് 2-3 ദിവസമായി ഗിരി കാശും ചോദിച്ചു കൊണ്ട് നടക്കുന്നു. കൊടുക്കാത്തതിൻ്റെ ചുരുക്ക് ഗിരി അരുണിമയെ തർക്കത്തിനിടയ്ക്ക് പിടിച്ചു തള്ളി തീർത്തു. ചുമരിൽ തലയിടിച്ച് അരുണിമ നെറ്റിയിൽ മുറിവും കെട്ടിക്കൊണ്ടാണ് വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. ബസ്സിൽ അന്നും ദീപുവിനെ കാണാഞ്ഞപ്പോൾ മഹിയോട് ചോദിക്കണമെന്ന് അരുണിമയ്ക്ക് തോന്നി. അതിന് മഹി ഭയങ്കര തിരക്കിലുമാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ തിരികെ ദീപുവിനെ കുറിച്ച് പറയാം, ചോദിക്കാം. പെട്ടെന്ന് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്ത് മഹി വന്നു ഡോർ തുറന്നുകൊണ്ട് അരുണിമയോട് പറഞ്ഞു. നാളെ തൊട്ട് ഈ ബസ്സിൽ പുതിയ കണ്ടക്ടർ വരാൻ പോകുക അരുണിമേച്ചി. അതെന്താ അപ്പോൾ ദീപുവോ? അരുണിമ പരിസരം പോലും മറന്നു ആവേശത്തിൽ ചോദിച്ചു. ഇനി വരില്ല പറഞ്ഞതിൻ്റെ അർത്ഥം അരുണിമയ്ക്ക് പിടികിട്ടിയില്ല. വരില്ല എന്ന് പറഞ്ഞാൽ ബസ് മാറിയതാകുമല്ലേ? അല്ല, വരില്ല. എൻ്റെ അരുണിമേച്ചി, ചേച്ചി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ദീപുവേട്ടൻ്റെ അമ്മയും പെങ്ങളും നടത്തിയ പ്രകടനം എന്നോട് ദീപുവേട്ടൻ പറഞ്ഞിരുന്നു. ആ സ്വഭാവം ശരിക്കും കണ്ടതാണല്ലോ. ഇനി ഒരു ബസ്സിലും കണ്ടക്ടർ പണിക്ക് കാലുപുത്തി പോകരുതെന്നാണ് അമ്മയുടെ ഓർഡർ എന്നാ അറിഞ്ഞത്. അരുണിമയ്ക്ക് പെട്ടെന്ന് എന്തോ ഉള്ളിൽ നൊമ്പരം തോന്നി. ദീപുവിനെ ഇനി എവിടെയാ കാണുക? ഇനി ഒന്നും മിണ്ടുക എങ്ങനെയാ എന്ന ചിന്തകൾ അവളെ അലട്ടി. ദീപു വരും എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് രാവിലെ എണീറ്റ് കുളിച്ചു ജോലികൾ കഴിഞ്ഞു വരാൻ പ്രത്യേക ഉഷാറായിരുന്നു. ഇനി എന്തോ ഒന്നിലൊരു ചുടയില്ലാത്ത പോലെ അരുണിമ തളർന്നുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് നടന്നു. എന്തിനു മോളെ നിന്റെ മുഖത്തൊരു വാട്ടം? എന്നും കയറി നിന്നെ ശല്യം ചെയ്യാൻ അങ്ങോട്ട് വന്നിരുന്നോ? അരുണിമ നിലവിളക്കിന് മുന്നിൽ മുഖം കുരിച്ചു വിഷമത്തോടെ ഇരുന്നത് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു. ഇല്ല. അരുണിമ മുഖത്തെ വാട്ടം മറച്ചു പിടിക്കാൻ ബന്ധപ്പെട്ടു. ഇത് ക്ഷീണ, എന്നിത്തിരി കൂടുതൽ ജോലി ഉണ്ടായിരുന്നമ്മേ. എന്താ ചെയ്യാ മോളെ, നമ്മുടെ ഒരവസ്ഥ. വയ്യാത്ത നിന്റെ ഈ കാലം കൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നീ ബസ്സും കയറി പോണത്.
എനിക്കെല്ലാം ഓർമ്മയുണ്ട് മോളെ. നിനക്ക് കല്യാണപ്രായ. ഗിരിക്ക് പിന്നെ ആ ഒരു ചിന്തയേ ഇല്ല. വേഗം നിന്റെ കാര്യം ശരിയാകണം. അതിലിപ്പോൾ വേഗം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ അമ്മേ. എൻ്റെ കാര്യത്തിലാകുമ്പോൾ അത്ര എളുപ്പം നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിട്ട് ശരിയാവാം? വരും, നിനക്ക് പറ്റിയ ഒരാൾ. ഞാനാ ഗോപാലോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ പറയാ നിന്നോട് എങ്ങനെയാ പറയാ അരുണിമേ. അമ്മ പ്രയാസപ്പെട്ട് നോക്കി. എനിക്കറിയാം, വല്ല ചട്ടുകാലനോ കണ്ണുപൊട്ടനോ കൂനനോ ഉണ്ടെങ്കിൽ പറയാന്നല്ലേ ഗോപാലേട്ടൻ പറഞ്ഞേ. എന്താടി ഇത് നീ എങ്ങനെ അറിഞ്ഞ്? അയാൾ വഴി വെച്ച് കണ്ടപ്പോൾ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതായത്. അത് ശരി. ഇന്നത്തെ കാലത്ത് ഒരാളോട് എന്താ ഏതാ മുഖത്ത് നോക്കി പറയേണ്ടതെന്ന് ഒട്ടുമിക്കവർക്ക് അറിയില്ല. പെട്ടെന്ന് വേലിക്കുള്ളൊരനക്കം കേട്ട് അരുണിമ നോക്കി. ഗിരി ആടെ വരികയാണ്. അയാൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ അരുണിമ അകത്തേക്ക് എത്തിപ്പോയി. രാത്രി കിടക്കുമ്പോൾ അരുണിമ ദീപുവിനെ കുറിച്ച് ഓർത്തു. നാളെ കരിങ്കാളിയിൽ ദീപു ഉണ്ടാവില്ലെന്നോർത്തപ്പോൾ അരുണിമയ്ക്ക് ഉറക്കം വരാത്ത പോലെ തോന്നി. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അരുണിമയെ നോക്കി അമ്മ വീട്ടു കാര്യം അന്വേഷിച്ചു. എന്താ അരുണിമയെ നിന്റെ മനസ്സേ, എന്നോട് പറയാത്ത വല്ലതുണ്ടോ? അമ്മയോട് പറയണോ എന്നൊരു നിമിഷം അരുണിമ ചിന്തിച്ചു. പറയാൻ മാത്രം ഇതൊന്നുമില്ല. എന്തോ ഒരിഷ്ടം തോന്നി. അതാ ചെക്കനുണ്ടോന്ന് തനിക്കറിയില്ലല്ലോ. താൻ അർഹിക്കാത്തത് ആഗ്രഹിക്കുകയാണല്ലേ. അഥവാ ആ ചെക്കൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാര് അതടിച്ചമർത്തുകയും ചെയ്യും. അല്ല, ഞാനിപ്പോൾ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? ആ ദീപുവിൻ്റെ മനസ്സിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് കടന്നു ചിന്തിച്ചല്ലേ. ഗോപാലേട്ടൻ പറഞ്ഞതുപോലെ വല്ല ചട്ടുകാലൻ അല്ലെങ്കിൽ കണ്ണുപൊട്ടൻ. അതിനിപ്പോൾ എന്താ? അങ്ങനെ ഒരാളാണെങ്കിലും ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുമല്ലോ. പക്ഷേ ഈ ദീപു മനസ്സിൽ കയറി പറ്റിപ്പോയല്ലോ മാതാവേ. ഉറങ്ങിയോ അരുണിമേ? അമ്മ തലപ്പൊക്കി ചോദിച്ചു. ഉറങ്ങാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. കൂടുതലായി അമ്മ സംശയിക്കേണ്ടെന്ന് വെച്ച് അരുണിമ ഉറങ്ങുന്നത് പോലെ കണ്ണുകൾ പൊട്ടിക്കിടന്നു. ദീപു ഇല്ലാത്ത കരിങ്കാളി ബസ്സിൽ യാത്ര ചെയ്യാൻ അരുണിമയ്ക്ക് പ്രയാസമായിരുന്നു. രാവിലത്തെ ജോലികളൊക്കെ മന്ദഗതിയിലാണ് നീങ്ങിയത്. റെഡിയായി കപ്പേള സ്റ്റെപ്പിലേക്ക് നടക്കുമ്പോഴും അരുണിമയുടെ മനസ്സിന് തീരെ ചൊടിയുണ്ടായില്ല. കപ്പേളയുടെ അടുത്തെത്തി തൊഴുതിട്ട് അരുണിമ ചിലർ തൊട്ടിട്ട് കരിങ്കാളി വരുന്ന ദിക്കിലേക്ക് നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് കരിങ്കാളി വരുന്നത് അരുണിമ കണ്ടു. ദൂരെ നിന്നും വേഗത്തിൽ വന്ന ബസ് കപ്പേളക്കരികിലേക്ക് അടുക്കുന്തോറും വേഗത കുറഞ്ഞ് പതുക്കെ നിന്നു തുടങ്ങുന്ന നേരത്ത് ചുണ്ടിൽ വിസിൽ കടിച്ചു പിടിച്ച് ഡോറിൽ നിന്നും വെളിയിലേക്ക് പതിയെ ചാടിയിറങ്ങിയ ദീപു തൻ്റെ അടുത്തേക്ക് സ്ലോ മോഷനിൽ വരുന്നത് പോലെ അവൾക്ക് തോന്നി. ആ കാഴ്ച കണ്ടിട്ട് അരുണിമയിലാകെ അമ്പരപ്പിളവായി. ഷോക്കേറ്റ പോലെ അരുണിമ നിന്നു. ഇത് ദീപു ആണല്ലോ. അല്ലപ്പോൾ മഹി പറഞ്ഞത്? അവൾക്ക് ആശ്ചര്യം തോന്നി. ഉള്ളു നിറയെ സന്തോഷവും. ദീപു അകത്തേക്ക് കയറാൻ പറയുന്നതും അരുണിമ അകത്തേക്ക് കയറിയതെല്ലാം അവൾക്ക് സ്വപ്നലോകത്തിൽ എന്ന പോലൊരു തോന്നലായിരുന്നു. ഇരുന്നിട്ട് അരുണിമയുടെ മിഴികൾ ദീപുവിനെ തേടി. അരുണിമേച്ചി, ഒരു വിളി കേട്ട് അരുണിമ നോക്കി. മഹിയായിരുന്നത്. നമ്മുടെ ദീപുവേട്ടൻ പോയില്ല കേട്ടോ. പുള്ളിക്കാരൻ ദേ വന്നു. പുള്ളിക്ക് അങ്ങനെ കരിങ്കാളിയെ വിട്ട് പോകാൻ ഒക്കൂല. മഹി പറയുന്നത് ദീപു കേട്ടിരുന്നു. അന്നേരം ദീപു ബാക്കിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുകയായിരുന്നു. ദീപു വേഗം ഒന്ന് അടുത്തേക്ക് വന്നെങ്കിൽ എന്നവളുടെ മനസ്സ് കൊതിച്ച പോലെ തന്നെ അരുണിമയുടെ അരികിൽ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ദീപു ഉടനെ എത്തി. അപ്പോൾ എന്തേ വീണ്ടും ബസ്സിൽ കയറിയത്? ടിക്കറ്റ് കൊടുക്കുന്നിടയ്ക്ക് ദീപുവിനോട് അരുണിമ ചോദിച്ചു. അങ്ങനെ ദീപുവിന് വിട്ടുപോകാൻ ഒക്കുമോ? ദീപു പറഞ്ഞത് എന്തോ അർത്ഥം വെച്ചിരുന്ന പോലെ അരുണിമയ്ക്ക് തോന്നി. ദീപുവിൻ്റെ ആ മറുപടിയെ അരുണിമ ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കി. വൃന്ദാവനം സ്റ്റോപ്പിൽ അരുണിമ ഇറങ്ങിപ്പോകുമ്പോൾ ഡോറിൽ നിന്ന് എത്തി നോക്കുന്ന ദീപുവിനെ അവൾ ഇടം കൊണ്ടുകൊണ്ട് നോക്കി. അപ്പോൾ ദീപുവിന് തന്നോട് എന്തോ ഒരു ചായവുണ്ട്. അരുണിമ ഉള്ളു നിറഞ്ഞ് സന്തോഷിച്ചു. പക്ഷേ ദീപുവിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും വീട്ടിലെ അവതാരം ഗിരിയേട്ടൻ്റെയും മുഖം ഓർത്തപ്പോൾ അവൾ വല്ലാതെ നടുങ്ങി.